പാപാവസ്ഥയിൽ നമ്മൾ നേടിയെടുക്കുന്ന ആനുകൂല്യങ്ങളെ നമുക്ക് പക്ഷെ അനുഭവിക്കാൻ പറ്റത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയും, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. കർത്താവിൻ്റെ കൂടെ അല്ലാതെ നമ്മൾ നേടുന്ന അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടാതെ പോകും. ജോലിയായാലും കുടുംബജീവിതമായാലും അങ്ങനെ. അപ്പോൾ അനുഗ്രഹം ഉള്ളതുപോലെ തന്നെ അനുഗ്രഹം കിട്ടുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് അത് അനുഭവിക്കാനുള്ള യോഗ്യത. ആ വചനം എടുത്തേ, ലൂക്ക 11:23. ലൂക്ക 11:23. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഉടമ്പടിയിലുള്ള ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ കൂടെയാണോ ശേഖരിക്കണത്. ആരുടെ കൂടെ ശേഖരിക്കാവേ? കർത്താവിൻ്റെ കൂടെയാണ് ശേഖരിക്കണമെങ്കിൽ വിശുദ്ധിയോടെ വേണം ഈ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.